IT സെക്ടറിലേക്ക് ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ഒരാൾക്കും ഒരു എൻട്രി പോസിബിൾ ആണെങ്കിൽ അതിന് എന്തൊക്കെ സാധ്യതകളാണുള്ളത്? ഇപ്പം IT സെക്ടറിൽ ഒരു സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങിന്റെ ഒക്കെ ഒരു ആവശ്യകത എത്രത്തോളം ഉണ്ട്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എവറിഡേ ടെക്നോളജി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ആ രീതിയിൽ നമ്മൾ വളർന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി വി ആർ ഗോയിങ് ടു ബി ഔട്ട്ഡേറ്റഡ്. ഈ ഒരു ചേഞ്ചസ് ഇപ്പൊ നമ്മൾ കാണുന്ന ഈ ഒരു മാറ്റം IT സെക്ടറിനെ കൂടുതൽ പ്രോമിസിംഗ് ആക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? ദീപ്തി നേരത്തെ പറഞ്ഞതുപോലെ IT ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു വേൾഡ് ആണ്. അപ്പം ഇതിലേക്ക് കടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇതിന്റെ ഒരു ജോബ് പ്രൊഫൈൽസ് ഒക്കെ എങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാം? അഞ്ജന, ഞാൻ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു ഫീൽഡിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ മെയിൻ ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ക്ലൗഡ് എഞ്ചിനീയറിംഗ്, ഡേറ്റ എഞ്ചിനീയറിംഗ്, മെഷീൻ എഞ്ചിനീയറിംഗ്, അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഡിവിഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ അതിൻ്റെ ജോബ് പ്രൊഫൈൽസിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു എൻട്രി ലെവൽ പേഴ്സൺ മോസ്റ്റ് ഓഫ് ദ കേസസിൽ ജോയിൻ ചെയ്യുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് സെക്ടറിലേക്കായിരിക്കും ജോയിൻ ചെയ്യുക. മോസ്റ്റ് ഓഫ് ദ കേസസ്, ഐ എം നോട്ട് മെൻഷനിങ് ദാറ്റ് 100% അങ്ങനെ ആയിരിക്കും എന്ന്, പക്ഷെ മോസ്റ്റ് ഓഫ് ദ കേസസ് അങ്ങനെ ആയിരിക്കും ജോയിൻ ചെയ്യുക. അതിനുശേഷമാണ് അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഒരു മിനിമം ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷം നമ്മൾ പിന്നീട് സ്പെഷ്യലൈസേഷൻസ് ലൈക്ക് ഡെവോപ്സ് എഞ്ചിനീയറിംഗ്, ഡേറ്റ എഞ്ചിനീയറിംഗ്, സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ നമ്മൾ മാറാൻ ശ്രമിക്കുന്നത്. കാരണം ആ സമയത്തേക്ക് നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് വാട്ട് എക്സാക്ട്ലി ദ പ്രൊഡക്ഷൻ, നമ്മളൊരു പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്താണ്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, അങ്ങനത്തെ എല്ലാ കാര്യത്തെ പറ്റിയും നമുക്കൊരു റിയൽ വേൾഡ് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടീസ് കിട്ടിയിട്ടുണ്ടാവും. അറ്റ് ദ സെയിം ടൈം ബാക്കിയുള്ള ഏരിയാസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബേസിക് ടൈം നമുക്ക് ആ സമയത്ത് കിട്ടും. നമ്മളുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ നിൽക്കുമ്പോൾ തന്നെയുള്ള സമയത്ത് കിട്ടും. നമ്മളുടെ കോൺസെപ്റ്റ്സ് ഒക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിരിക്കും ആ ഒരു സമയം കൊണ്ട്. ഇനി അല്ലാതെ തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ കയറുന്നത് പോലെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ് ഡേറ്റ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയറിംഗ് ഒക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് കയറാൻ പറ്റുന്ന ഏരിയാസ് ആണ്. AWSലൊക്കെ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് അതിനകത്ത് കുറച്ച് ഹാൻഡ്സ് ഓണോ പ്രോജക്ട്സോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഏരിയാസ് ലൈക്ക് ഡെവോപ്സ് എഞ്ചിനീയറിംഗ് ആൻഡ് ഓൾ അത് നമ്മൾ സാധാരണ ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യാറില്ല. ഇൻസ്റ്റഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ നമ്മളൊന്ന് ഫ്ലെയർ ചെയ്തതിന് ശേഷം അതിൻ്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എല്ലാം തറവായതിനു ശേഷമാണ് നമ്മൾ അങ്ങോട്ടൊക്കെ റീഡയറക്റ്റ് ആവാറുള്ളത്. ഇനി പ്രൊഫൈൽസിനെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്പെഷ്യലൈസേഷൻസിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അറ്റ് ദ സെയിം ടൈം മൾട്ടിപ്പിൾ ഏരിയാസിലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. മൾട്ടിപ്പിൾ ഏരിയാസിലാവുമ്പോഴത്തേക്കും നമ്മൾ ഹൈ ലെവലിലാണ് ഫോക്കസ് ചെയ്യുക മിക്കവാറും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു സീനിയർ ലെവലാണ്. നമുക്ക് മൾട്ടിപ്പിൾ ഏരിയാസിൽ നമുക്ക് അറിവുണ്ടായിരിക്കുക, ആ അറിവ് വെച്ച് നമ്മൾ സൊല്യൂഷൻസ് ഡിഫൈൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് കുറച്ചും കൂടി ഹൈ ലെവലാണ്. അപ്പോൾ ആ ഹൈ ലെവലിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഏരിയയിൽ വളരെ ഡീപ്പായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഏത് ഏരിയയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് കംപ്ലീറ്റ്ലി ഒരാളുടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ തീരുമാനമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുമ്പോൾ എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമാണ്. എല്ലാ സെക്ടേഴ്സിലെയും പോലെ തന്നെ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ആളുകൾ ഉണ്ടാവും. പക്ഷേ ഒരു കംപ്ലീറ്റ്ലി ഒരു ഓഫീസ് സ്പേസ് എന്ന് പറയുമ്പോൾ ഇതല്ലാതെ സപ്പോർട്ട് സ്റ്റാഫും ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആസ് യു ഹവ് ടോൾഡ് IT സെക്ടർ എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. അപ്പം എന്റെ ചിന്ത പോകുന്നത് ഇങ്ങനെയാണ്, അത്രയും വിശാലമായിട്ടുള്ള ഇതാകുമ്പോൾ തൊഴിൽ സാധ്യതയും അതുപോലെ അധികമായിരിക്കുമല്ലോ. ഇപ്പം IT സെക്ടറിലേക്ക് ഇപ്പൊ ഒരു പ്രൊഫഷണൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ഒരാൾക്കും ഒരു എൻട്രി പോസിബിൾ ആണെങ്കിൽ അതിന് എന്തൊക്കെ സാധ്യതകളാണുള്ളത്? എന്റെ ചോദ്യം ഇതാണ്, നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ജോബ്സ് ഉണ്ടാവുമല്ലോ, അപ്പൊ അതിനുള്ള സാധ്യത എന്തൊക്കെയാണ്? അതെ, ടെക്നിക്കൽ ജോലികളോടൊപ്പം തന്നെ നിരവധി ആയിട്ടുള്ള നോൺ ടെക്നിക്കൽ റോൾസും അവൈലബിൾ ആണ്. ഞാൻ ടെക്നിക്കൽ ജോലികൾ പറഞ്ഞപ്പോൾ കൂടുതലായിട്ടും ട്രെൻഡിങ് ആയിട്ടുള്ള ജോലികളെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ട്രെൻഡിങ് എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്യുന്നത്
ഡെഫിനറ്റ്ലി അതിനകത്ത് അതിൻ്റെ ഡിമാൻഡ്, അതുപോലെ തന്നെ അതിൻ്റെ സാലറി ഗ്രോത്ത്, കരിയർ ഗ്രോത്ത്, അങ്ങനത്തെ പല കാര്യങ്ങളെ പറ്റി ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ ഓരോ ജോലിയും എത്രത്തോളം ഡിമാൻഡിങ് ആണ് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യാം. അതുപോലെ തന്നെ നോൺ ടെക്നിക്കൽ റോൾസിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് വെറൈറ്റി ഓഫ് പ്രൊഫൈൽസ് അവൈലബിൾ ആണ്. ഇതിലും നമുക്ക് ഇതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് ജോലികളുണ്ട്. ആ ജോലികളെ പറ്റി മാത്രം ഞാനിവിടെ പറയാം. നിരവധിയായിട്ടുള്ള ഒരുപാട് കോഴ്സസ് ഒരുപാട് പ്രൊഫൈൽസ് ഉണ്ട്, പക്ഷെ അതെല്ലാം കവർ ചെയ്യാൻ നമ്മളുടെ സമയമോ സാഹചര്യം സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ IT പ്രൊക്വയർമെൻറ്റ് എന്നുള്ളൊരു സെക്ഷനുണ്ട്. IT പ്രൊക്വയർമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, സർവീസസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊക്വയർമെൻറ്റ് ബേസിസിൽ പ്രൊക്വയർമെൻറ്റ് എന്തൊക്കെയാണോ ചെയ്യുന്നത് ആ ഏരിയാസ് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും IT പ്രൊക്വയർമെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ IT കംപ്ലയൻസ് ഏരിയാസ് ഉണ്ട്. നമ്മളുടെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റിലോ വർക്ക് ചെയ്യുമ്പോൾ കംപ്ലയൻസസ്, ആ ഒരു കമ്പനി, ഓർഗനൈസേഷൻ, ഒരു യൂണിറ്റ്, ആ ഒരു മൾട്ടിപ്പിൾ ഏരിയാസ് ഓഫ് ദാറ്റ് ഓർഗനൈസേഷൻ കംപ്ലയൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം ഉണ്ടാവും. ആ ടീം ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് IT കംപ്ലയൻസ് ടീം എന്ന് നമ്മൾ പറയും. അതുപോലെയുള്ളത് സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും. സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചെയ്യുന്ന ജോലികൾ ഒരുപാട് സോഫ്റ്റ്വെയറിനെയും ഹാർഡ്വെയറിനെയും മൾട്ടിപ്പിൾ സർവീസസിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെയ്യുന്ന ജോലികളാണ്. ആ ജോലികൾക്ക്, ആ സോഫ്റ്റ്വെയറുകൾക്കോ ആ ഹാർഡ്വെയറുകൾക്കോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻഡ് യൂസറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും. ആ സ്പെഷ്യലിസ്റ്റുകൾ മറ്റൊരു കാറ്റഗറി ഓഫ് ജോലിയാണ്. പിന്നെയുള്ളത് നമ്മളുടെ മെയിൻ റിസോഴ്സസ്, അതായത് നമ്മളുടെ സ്റ്റാഫ് ഉണ്ടല്ലോ, അവരുടെ റിക്രൂട്ടേഴ്സ്, ആ റിക്രൂട്ട്മെൻറ്റിൻ്റെ ടീം ഉണ്ടാവും. അതിന് തന്നെ പല കാറ്റഗറി ഓഫ് ടീംസ് ഉണ്ട് കേട്ടോ. HR ഉണ്ട്, റിക്രൂട്ട്മെൻറ്റ് ടീമുണ്ട്, ടാലൻറ്റ് മാനേജ്മെൻറ്റ് ടീമുണ്ട്, അങ്ങനെ പല ഏരിയാസ് ഉണ്ട്. പിന്നെയുള്ളത് ഇതിനുള്ളിൽ തന്നെ നമ്മുടെ IT ഫീൽഡിൽ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രൊഫൈൽസ്, ഈ സ്റ്റാഫായിട്ടുള്ള ആൾക്കാർ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം, അല്ലേ? ഈ ഇൻഡസ്ട്രിയെ പറ്റി അപ് ടു ഡേറ്റ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ട്രെയിനിങ് സെക്ഷൻ ഉണ്ടാവും. എല്ലാ കമ്പനീസിലും ഒരു എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ടാവും. അത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് അങ്ങനത്തെ സെക്ഷൻ ഉണ്ടാവും. പിന്നെ വേറെ ടെക്നിക്കൽ റൈറ്റിംഗ് അങ്ങനത്തെ ഏരിയാസ് ഉണ്ടാവും. അങ്ങനെ വളരെയധികം നിരവധിയായിട്ടുള്ള പ്രൊഫൈൽസ് വേറെയും ഏരിയാസിൽ, നോൺ ടെക്നിക്കൽ ഏരിയാസിലും അവൈലബിൾ ആണ്. ഇറ്റ് ഇസ് ജസ്റ്റ് ദാറ്റ് സാലറി കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും വെൻ കമ്പയർഡ് ടു ദി ടെക്നിക്കൽ ഏരിയാസ്. അതാണ് അതിൻ്റെ ഡിഫറൻസ് ഉള്ളത്. ദീപ്തി ഇപ്പോ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം ഞാനൊരു സോഫ്റ്റ് സ്കിൽ ട്രെയിനറും കൂടിയാണ്. അപ്പം അതുകൊണ്ട് സോ വാട്ട് ഐ ഫീൽ ഇസ് പലപ്പോഴും കുട്ടികൾ ഫ്രഷേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ പലപ്പോഴും അവരുടെ ഒരു ജോലിയിൽ, അവരുടെ ഒരു തൊഴിൽ, അല്ലെങ്കിൽ അവർ പഠിച്ച കാര്യത്തിൽ അവർക്കൊരു എക്സ്പെർട്ടീസും ഒക്കെ ഉണ്ടാകും. എന്നാൽ പോലും ഒരു ഓഫീസ് സ്പേസിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം അതല്ലാതെ വേണ്ടി വരുന്ന കുറേ സ്കിൽസ് ഉണ്ട്. ഇപ്പം ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ഇന്റർപേഴ്സണൽ സ്കിൽസ് വേണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ അത് പ്രസന്റ് ചെയ്യാനുള്ള പ്രസന്റേഷൻ സ്കിൽസ് ഒക്കെ ആവശ്യമാണ്. അപ്പം ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം IT സെക്ടറിൽ ഒരു സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങിന്റെ ഒക്കെ ഒരു ആവശ്യകത എത്രത്തോളം ഉണ്ട്? എന്താണ്, വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ആസ് യുവർ തിയറിറ്റിക്കൽ നോളജ്, ഐ വുഡ് സേ. കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം ഒരു സിസ്റ്റത്തിന്റെ ഫ്രണ്ടിലിരുന്ന് ചെയ്യാൻ പഠിച്ചാൽ മാത്രം പോരാ. ആ ചെയ്യുന്ന കാര്യം എന്താണ് എന്നുള്ളത് മറ്റുള്ളവരെ കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരാളുടെ മുന്നിൽ, ഒരു ഗ്രൂപ്പിന്റെ മുന്നിൽ, വലിയൊരു സ്ട്രേഞ്ചേഴ്സ് ഗ്രൂപ്പിന്റെ ഫ്രണ്ടിൽ ഒക്കെ നിന്ന് സംസാരിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും അത് പ്രസന്റ് ചെയ്യാനുള്ള കഴിവ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് വെൻ യു ഗ്രോ അപ്പ് ഇൻ ദി കരിയർ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു എല്ലാ കോളേജിലും തന്നെ നമുക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നുള്ള ഒരു സെക്ഷൻ ഇപ്പോഴേ കവർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ പ്രൊഫഷനിലേക്ക് വന്നതിന് ശേഷവും ആ ഒരു സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഏരിയാസ്, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ, സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കണ്ണിൽ നോക്കിയാണ് സംസാരിക്കേണ്ടത്. ആ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു കോൺഫിഡൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ വളരെ മിനിമം അല്ലെങ്കിൽ വളരെ ചെറുത് എന്ന് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും മാറ്റേഴ്സ് എ ലോട്ട് ഇൻ യുവർ കരിയർ.
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മളുടെ IT സെക്ടറിൽ തന്നെ സോഫ്റ്റ് സ്കിൽ ട്രെയിനേഴ്സ് ഉണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ ഫോർമൽ എഡ്യൂക്കേഷൻ്റെ പാർട്ടായിട്ട് അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതും അത് ഫോക്കസ് ചെയ്യുന്നതും അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുന്നതും വളരെയധികം നല്ലതായിരിക്കും. ദീപ്തി നേരത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചൊന്ന് പറഞ്ഞു പോയിരുന്നു. ലെറ്റ് മീ ഗെറ്റ് ബാക്ക് ടു ദാറ്റ്. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എവറിഡേ ടെക്നോളജി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ആ രീതിയിൽ നമ്മൾ വളർന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി വി ആർ ഗോയിങ് ടു ബി ഔട്ട്ഡേറ്റഡ്. ഇപ്പം ഈ ഒരു ചേഞ്ചസ് ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു മാറ്റം IT സെക്ടറിനെ കൂടുതൽ പ്രോമിസിംഗ് ആക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? യെസ്, ഓഫ് കോഴ്സ്. എനിക്ക് തോന്നുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് കേട്ടു തുടങ്ങിയ സമയത്ത് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നു, മനുഷ്യരുടെ എല്ലാം ജോലി പോകുന്നു, പിന്നീട് എല്ലാം ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കും, റോബോട്ട്സ് ആയിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. അറ്റ്ലീസ്റ്റ് എനിക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇനീഷ്യലി അങ്ങനെ ആയിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ അതല്ല റിയാലിറ്റി. നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസ് 10 മടങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ആ ഓപ്പർച്യൂണിറ്റീസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് സൂക്ഷിക്കാം. ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജി അപ്ഡേറ്റ്സ് നമ്മൾ എപ്പോഴും നമ്മളുടെ അറിവിലേക്കും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പരമപ്രധാനം. ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജി അപ്ഡേറ്റ്സ് പഠിക്കുക, ആ പഠിക്കാനായിട്ടുള്ള ഓരോ കാര്യങ്ങളെപ്പറ്റി, പുതിയതായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അറിയാനും അതിനെപ്പറ്റി ഹൈ ലെവൽ ഡീപ്പ് ലെവൽ നോളജ് ഉണ്ടാക്കാനും ഒരു അഭിരുചി ഉണ്ടല്ലോ, ആ അഭിരുചി കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ചെറുപ്രായം മുതൽ ബിൽഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ശീലമാണ്. ആ ശീലം അങ്ങറ്റം വരെയും കൊണ്ടുപോവുക. നിങ്ങളുടെ IT-യിൽ ജോയിൻ ചെയ്തു എന്ന് വിചാരിച്ചോണ്ട്, നിങ്ങൾ ജോലിയിൽ ഒരു സക്സസ്ഫുൾ ആയി എന്ന് വിചാരിച്ചോണ്ട് നിർത്തിപ്പോകേണ്ടതല്ല. ആ ഒരു ശീലം അങ്ങേയറ്റം വരെ കൊണ്ടുപോകാൻ പറ്റുക. അതായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ ഇനി. കാരണം ടെക്നോളജി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ചേഞ്ച് ചെയ്യുന്ന ടെക്നോളജി അനുസരിച്ച് ജോലിയിലും മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അത്രയും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം. Thank you, Deepthi. It was a wonderful conversation. Thank you for your time. Thank you so much, Anjana. Thank you so much for inviting me again. Thank you. Keep watching Pep Talk.